അത് അലിഗഡിലെ എക്സാം നടത്തിയപ്പം അതിൽ ടോപ്പ് 10-ൽ നമ്മുടെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. പൊതുവേ ലൈഫറിൽ ഓരോ ബാച്ചിന്റെ ഒരു സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു ബാച്ചിൽ 20 പേര് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഓരോരുത്തരെ എയിം പറയും. അതിൽ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഇപ്പം ഡോക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിനേക്കാൾ ഉപരി ഒരു പ്രീമിയം യൂണിവേഴ്സിറ്റി, ഇപ്പം CUT വരുന്നതിന് മുമ്പ് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയും സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. അത് അലിഗഡിലെ എക്സാം നടത്തിയപ്പം അതിൽ ടോപ്പ് 10-ൽ നമ്മുടെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. അതായത് എക്സാമിൽ പ്രിപ്പയർ ചെയ്ത 3 പേരും അതിലെ ആദ്യ 10 റാങ്കിൽ, ഒരു കേരള വൈസിലാണ് പറയുന്നത്, ഒരു നാഷണൽ വൈസ് റാങ്കിൽ വരും. ഇനി അതിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് രീതിയിൽ പോയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ എക്സ്ട്രീം ആയിട്ടുള്ള സുപ്രീം കോർട്ടിൽ വർക്ക് ചെയ്യുന്നു. സോ ഇതാണ് ഒരു ഫസ്റ്റ് ബാച്ചിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് ബാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവെ ഈ ട്രെൻഡ് മാറി എല്ലാവരും ഒരു ഡോക്ടേഴ്സ് എന്ന മൈൻഡിലാണ് പോയിട്ടുള്ളത്. ഇപ്പം കോഴിക്കോട് ഏത് കോളേജ് പോയി കഴിഞ്ഞാലും വി ഹാവ് കണക്ട്. ജസ്റ്റ് ഒരു മിസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എവിടെ കണക്ട് ചെയ്യണം എന്ന് പറയാൻ പറ്റുന്ന ഒരു വെൽ നെറ്റ്വർക്ക് ജസ്റ്റ് ഒരു കോഴിക്കോട് മേഖലയിൽ തന്നെ നമുക്കുണ്ട്. ഇനി ഞങ്ങളുടെ ബാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈ ആയിരുന്നു. മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളുണ്ട്. ഇപ്പം ഡെഫിനറ്റ്ലി നേരത്തെ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള യാസീൻ ഒരു ഫോറസ്ട്രി അഗ്രികൾച്ചർ സ്ട്രീമിലായിരുന്നു. പിന്നീട് ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം ഓൾറെഡി ദുബായിൽ വർക്ക് ചെയ്യുന്ന സെയ്നി ഉണ്ട്. അതിന് എഞ്ചിനീയേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഇത്തരത്തിൽ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ഏത് 360 ഡിഗ്രിയിൽ എന്തിനും ഏതിനും വേണ്ട കുട്ടികളാണ് നമ്മുടെ ഐഫർ ടീമിലുള്ളത് എന്നുള്ളതാണ്.